തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് നഗരസഭയുടെ ഏറ്റവും അവസാനത്തെ ഡിവിഷനായ 76-ാം നമ്പർ ഡിവിഷൻ ഫോർട്ട് കൊച്ചി വേളിയിലെ LDF സ്ഥാനാർത്ഥി മഞ്ജുള അനിൽകുമാറാണ്. ഡിവിഷനിലെ ADSുമായി ബന്ധപ്പെട്ട സജീവ പ്രവർത്തകയാണ് മഞ്ജുള അനിൽകുമാർ. തികഞ്ഞ വിജയ പ്രതീക്ഷയോടെയാണ് മത്സര രംഗത്ത് ഇറങ്ങുന്നതെന്ന് മഞ്ജുള അനിൽകുമാർ വ്യക്തമാക്കി. ചാനലില് ഇങ്ങനെ സ്ഥാനാർത്ഥിയോടൊപ്പം എന്നുള്ളൊരു പരിപാടിയുണ്ട്. പരിപാടിയുടെ ഭാഗമായിട്ട് LDFന്റെ 76-ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായ മഞ്ജുള അനിൽകുമാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നത്. നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കാം, വെയിലത്ത് നിൽക്കണമെന്നില്ല. നമ്മുടെ പ്രവർത്തകര് വെയിലത്ത് നിന്ന് വാടിത്തളരേണ്ട. അപ്പൊ ഇപ്പൊ പ്രചരണം തുടങ്ങിയല്ലോ. പ്രചരണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഈ കുറച്ച് ദിവസം പിന്നിട്ടപ്പോൾ വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം എന്താ? നല്ല പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ സിറ്റിംഗ് കൗൺസിലർ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വോട്ടർമാർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്താ അവതരിപ്പിക്കുന്നു? കഴിഞ്ഞ തവണ നിന്ന് നമ്മുടെ കൗൺസിലറെ കുറിച്ച് ആളുകൾക്കെല്ലാം വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമാകാനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ട്. 20 വർഷത്തോളമായിട്ട് മുടങ്ങിക്കിടുന്ന പല വലിയ പ്രോജക്റ്റുകളും എടുത്ത് അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഇത്തവണ എനിക്ക് നല്ല ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ മഞ്ജുള അനിൽകുമാറിന് ഒരു പുതുമുഖ തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതുമുഖമാണെങ്കിലും, അതായത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പുതുമുഖമാണെങ്കിലും, വോട്ടർമാർക്കിടയിൽ ഡിവിഷനിൽ മഞ്ജുള അനിൽകുമാറിന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാൻ സജീവമായിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്ക് വേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ഈ പര്യടനത്തിന് നമ്മൾ വോട്ടർമാരെ സമീപിക്കുമ്പോൾ എന്തെങ്കിലും പരാതികൾ അവർ ഉന്നയിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മുൻ കൗൺസിലർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1-2 ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളുടെ അപ്പൊ അത് നമ്മൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അല്ലാതെ മറ്റു പരാതികളൊന്നും തന്നെ സൂചിപ്പിച്ചിട്ടില്ല. മഞ്ജുളയോടൊപ്പം വോട്ടർമാരെ കാണുവാൻ പോകുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് മഞ്ജുള അനിൽകുമാർ വ്യക്തമാക്കി. മഞ്ജുള അനിൽകുമാറിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കുറച്ച് ചെയ്തു തീർക്കാനായിട്ട് കുറച്ച് വർക്കുകൾ കൂടെ ഉണ്ട്. നമ്മുടെ ഡിവിഷൻ കൗൺസിലറും നമ്മുടെ ഡിവിഷൻ കമ്മിറ്റിയും നമ്മുടെ ഒരു വലിയൊരു കൂട്ടായ്മയിലാണ് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത് ഡിവിഷനിൽ. അപ്പൊ ആ ഒരു വലിയ കൂട്ടായ്മയുമായിട്ട് തന്നെ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ജയിച്ചു വന്നാൽ ചെയ്യണമെന്ന് തീരുമാനിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് അത് കൂട്ടായ്മയോടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ ജയിച്ചാല് എനിക്ക് ഇന്ന കാര്യം ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു മനസ്സിലുണ്ടാവുമല്ലോ. ഇനി അഥവാ പിന്നെ അങ്ങനെ തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തെക്കാൾ ഉപരി ഡിവിഷൻ കമ്മിറ്റിയുടെയും പബ്ലിക്കിന്റെയും പിന്നെ ആവശ്യാർത്ഥമുള്ള അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ. ഞാൻ പറഞ്ഞത് അല്ലാതെ വല്ലതും ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഏകദേശം 90% വർക്കുകളും അദ്ദേഹം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇനിയുള്ള വർക്കുകൾ കുറച്ച് വർക്കുകളാണ്. അപ്പൊ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് എന്തായാലും ഡിവിഷൻ കമ്മിറ്റിയുമായിട്ട് കൂടി ആലോചിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൊച്ചി നഗരസഭയുടെ ഏറ്റവും അവസാനത്തെ ഡിവിഷൻ 76 ഫോർട്ട് കൊച്ചി വേളി, അത് നിലനിർത്താൻ വേണ്ടി, അതായത് സിറ്റിംഗ് കൗൺസിലർ സഖാവ് ബെന്നി ഫെർണാണ്ടസ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന ലക്ഷ്യത്തോടു കൂടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി LDF നിയോഗിച്ചിരിക്കുന്ന മഞ്ജുള അനിൽകുമാറിനെയാണ്. ആ ഡിവിഷൻ നിലനിർത്തുക എന്നുള്ളതാണ് മഞ്ജുള അനിൽകുമാറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മഞ്ജുള അനിൽകുമാറിന് അത് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.